മറയൂർ കാന്തല്ലൂർ യാത്രയിൽ കണ്ട ഒരു ശർക്കര നിർമ്മാണ ശാലയാണിത്. ഈ വഴി കടന്നു പോകുമ്പോൾ ഇതുപോലുള്ള ധാരാളം ശർക്കര നിർമ്മാണ ശാലകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയുള്ള മെയിൻ കൃഷിയും ഈ കരിമ്പ് കൃഷിയാണെന്ന് തോന്നുന്നു. പോകുന്ന വഴി സൈഡുകളിലെല്ലാം നമുക്ക് റോഡിൻ്റെ സൈഡുകളിൽ ഇരുവശങ്ങളിലും ധാരാളം കരിമ്പ് കൃഷി കാണാം. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ കരിമ്പ് പൂത്ത് നിൽക്കുന്ന കാഴ്ചയാണ്. കരിമ്പ് പൂത്തിരിക്കണല്ലേ? മഞ്ഞ് ഉള്ള കാലാവസ്ഥയായിരുന്നു ഞങ്ങളവിടെ ചെന്നപ്പോൾ. കോടമഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ കാണുന്നത്. കരിമ്പെടുത്ത് ഈ കാണുന്ന മെഷീനകത്തുകൂടി അവർ കടത്തി വിടുകയാണ്. അപ്പോൾ കടത്തി വിട്ട് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുകയാണ് ആ മെഷീനകത്തുകൂടി. ജ്യൂസ് എടുക്കുവാൻ വേണ്ടിയിട്ട് കരിമ്പന്തൻ്റെ മെഷീനുള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു സൈഡിൽ കൂടി കരിമ്പന്തൻ്റെ ഉള്ളിലേക്ക് ഒരാൾ ഇവിടുന്ന് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മറു സൈഡിൽ അത് ജ്യൂസ് എടുത്തതിന് ശേഷം അതിൻ്റെ പിഴിഞ്ഞെടുത്ത് ബാക്കി വരുന്ന ഭാഗം തണ്ടുകളെല്ലാം കൂടെ അവിടെ വരുന്നത് അത് വാരിയെടുത്ത് ഇതിൻ്റെ സൈഡിൽ തന്നെ അടുക്കി വെച്ചിട്ടുണ്ട്. അത് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവരിത് ഉണങ്ങിയതിന് ശേഷം ഈ ഉണങ്ങിയ തണ്ടുകളാണ് ഈ ശർക്കര ഉണ്ടാക്കുവാനായിട്ട് ഈ ജ്യൂസ് വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് അതിനെ ചൂടാക്കിയാണ് ശർക്കര ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കത്തിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇവർ ഈ കമ്പ് ഉണങ്ങിയത് എടുത്ത് ഉപയോഗിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. അതിന് ഇവിടെ ജ്യൂസ് കുടിക്കുവാനായിട്ട് ജ്യൂസും ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് സെപ്പറേറ്റാണ്. കമ്പൊക്കെ ചിരണ്ടി എടുത്തിട്ടാണ് ജ്യൂസായിട്ട് കൊടുക്കുന്നത്. ശർക്കരയ്ക്ക് ഉണ്ടാക്കുന്നത് ചിരണ്ടാണ്ട് ഡയറക്റ്റ് തന്നെ നേരെ വെച്ച് മെഷീനിൽ വെച്ച് ജ്യൂസ് എടുക്കുകയാണ്. വലിയ മെഷീനിൽ പിഴിഞ്ഞെടുക്കുന്ന ജ്യൂസ് അവിടെ നിന്ന് റോസ് വഴി ഈ കാണുന്ന സ്റ്റീൽ കുറ്റിയിലേക്ക് വന്ന് ചാടുകയാണ്. മുകളിലൊരു കറുത്ത ഹോസാണ്, അതിനകത്തൊരു കുറ്റിക്കകത്തേക്ക് വന്ന് ചാടും. ഏകദേശം 800 ലിറ്റർ ജ്യൂസ് കൊള്ളുമെന്നാണ് അവർ പറഞ്ഞത്. അത് നിറഞ്ഞു കഴിയുമ്പോഴാണ് ഈ താഴെ കാണുന്ന വലിയ പാത്രത്തിലേക്ക് ആ ജ്യൂസ് ഒഴിച്ചിട്ട് ഇതിനടിയിൽ തീ കത്തിച്ച് ചൂടാക്കിയാണ് ശർക്കര എടുക്കുന്നത്. നമുക്ക് നിർഭാഗ്യവശാൽ ചെല്ലുന്ന സമയത്ത് ശർക്കര ഉണ്ടാക്കുന്ന ഒരു സീൻ കാണുവാനായിട്ട് പറ്റിയില്ല. ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അത് അതിനകത്തേക്ക് ചൂടാക്കി ഉരുക്കിയതിന് ശേഷം ഈ കാണുന്ന ട്രേക്കകത്തേക്ക് ഇവർ മറിക്കുകയാണ്. ഫുള്ളായിട്ട് ആ വലിയ ചെമ്പ് ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് അതിനകത്ത് നിന്നാണ് കുറച്ച് വെള്ളം നനവ് വറ്റി കഴിയുമ്പോൾ അവർ കൈ കൊണ്ട് തന്നെ എടുത്ത് ഉരുട്ടി ശർക്കരയാക്കി എടുക്കുന്നത്. എനിക്ക് പാത്രത്തിൽ ശർക്കര ഉണ്ടാക്കിയെടുക്കുന്നൊരു കാഴ്ച കാണുവാനായിട്ട് സാധിച്ചില്ല. അവിടെ വരുന്നവരെല്ലാം തന്നെ അവിടെ നിന്ന് ശർക്കര വാങ്ങിയാണ് പോകുന്നത്. മറയൂർ ശർക്കര വളരെ പേരുകെട്ട ശർക്കരയാണ്. പൊടിയായിട്ടും അതുപോലെ തന്നെ കട്ടയായിട്ടും രണ്ട് രീതിയിലും ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് അവർ.